ചോദ്യം നമ്പർ 711 ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സാർ, ഈ വേമ്പനാട് കായലിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വേമ്പനാട് കായലിലേക്ക് ഒഴുകി വരുന്ന കനാലുകളുടെയും തോടുകളുടെയും നവീകരണവും അറ്റകുറ്റപ്പണിയും ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പാക്കി വരുന്നു. വേമ്പനാട് കായലിൻ്റെയും ബന്ധപ്പെട്ട തോടുകളിലെയും എക്കൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്ത് കായലിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും അതിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനും കായലിലെ ഒഴുക്ക് തടസ്സം കൂടാതെ പുനഃസ്ഥാപിക്കുന്നതിനും അതിനോടൊപ്പം വേമ്പനാട് കായലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗ്ഗം ഉറപ്പുവരുത്തുന്നതിനും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് വേമ്പനാട് കായൽ പാരിസ്ഥിതിക പുനഃസ്ഥാപന യജ്ഞം എന്ന പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ വയലാർ, നെടുമുടി, തുറവൂർ, മുഹമ്മ, തൈക്കാട്ടുശ്ശേരി, വെടിയനാട്, മണ്ണഞ്ചേരി, അരൂക്കുറ്റി, പെരുമ്പളം എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് കനാൽ നവീകരണം, വേമ്പനാട് കായലിൻ്റെ നൈസർഗിക ഒഴുക്ക് തടസ്സം നീക്കൽ, കുട്ടനാട് പാടശേഖര സംരക്ഷണം, ജീവികളുടെ ആവാസ വ്യവസ്ഥ പരിപാലിക്കൽ, കായൽ മത്സ്യബന്ധന പ്രവർത്തനം എന്നിവ ഉൾപ്പെടുത്തി 2020-21 വർഷം 43,51,721 രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. സാർ, ഒത്തിരിയുണ്ട്. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. സാർ, ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മത്സ്യസങ്കേതങ്ങൾ ഒരുക്കുന്ന പദ്ധതി പ്രകാരം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, വാമനപുരം, തിരുവനന്തപുരം, അഷ്ടമുടി, കൊല്ലം, വേമ്പനാട്, ആലപ്പുഴ, കോട്ടയം, കരുവന്നൂർ, ചേറ്റുവ, തൃശ്ശൂർ, കുറ്റ്യാടി, കോഴിക്കോട്, ധർമ്മടം, അഞ്ചരക്കണ്ടി, കണ്ണൂർ, കടലുണ്ടി, മലപ്പുറം എന്നീ ജലാശയങ്ങളിലായി പദ്ധതി നടപ്പാക്കുന്നതിന് നടപ്പ് വർഷം 333 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രസ്തുത പ്രദേശത്ത് മത്സ്യബന്ധനം നിരോധിക്കുകയും മത്സ്യപ്രജനനത്തിന് സഹായകരമായ വസ്തുക്കൾ നിക്ഷേപിച്ച് പ്രദേശം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇവിടങ്ങളിൽ മത്സ്യത്തിൻ്റെ പ്രജനന കേന്ദ്രമായി മാറുന്നു. കൂടാതെ സംയോജിത വിഭവ പരിപാലന പദ്ധതി പ്രകാരം കക്ക സംരക്ഷിത പ്രദേശങ്ങൾ വേർതിരിച്ച് ഒരുക്കുന്നതിന് നടപടി സ്വീകരിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വെമ്പനാട് കായൽ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് കുഫോസ് നടത്തിയ പഠനത്തിൽ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഉള്ളത്? വിശദീകരിക്കാവുന്നത്? വേമ്പനാട് കായലിലെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ ഒരു പഠനമാണ് കുഫോസ് നടത്തിയത്. അതിൻ്റെ റിപ്പോർട്ട് കുഫോസ് തന്നു. അത് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജലസംഭരണ ശേഷി മെച്ചപ്പെടുത്തൽ, നദികളുടെയും തോടുകളുടെയും ഒഴുക്കിൻ്റെ ശേഷി മെച്ചപ്പെടുത്തൽ, ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവ ലഭ്യത വർദ്ധിപ്പിക്കൽ, കായൽ പരിപാലന പദ്ധതികളെ സംബന്ധിച്ചാണ് നിർദ്ദേശമുള്ളത്. നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സർ. ശ്രീമതി യു പ്രതിഭ. സർ, വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് സർ ഈ ചോദ്യം നമ്മുടെ ഫ്ലോറിൽ വന്നത്. സർ, ഇന്ന് കുഫോസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലായി അടിഞ്ഞുകൂടി എന്നുള്ള 77% കായൽ ജലസംഭരണ ശേഷി കുറഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സർ. കായലിൻ്റെ ആഴം കൂട്ടുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിനും നമ്മുടെ സമുദ്രത്തിൽ എങ്ങനെയാണ് ഒരു വലിയ പദ്ധതി നടപ്പാക്കിയല്ലോ പ്ലാസ്റ്റിക് നീക്കം, അത്തരത്തിലുള്ള അടിയന്തര ഇടപെടലോട് കൂടിയിട്ട് ഉള്ള എന്തെങ്കിലും പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? അതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതിൻ്റെ തോടുകൾ മാത്രമാണ്. കായൽ പ്രധാനമായും നമ്മുടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ്. ഇറിഗേഷൻ വകുപ്പ് ധാരാളം നൂതനമായ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. പിന്നെ കുഫോസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഫിഷറീസും ഇറിഗേഷൻ വകുപ്പുടെ ഒരു യോജിച്ച ഒരു പ്രൊജക്റ്റ് എന്ന നിലയിലേക്ക് പോകുന്നതോടുകൂടി മാത്രമേ ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും. ശ്രീമതി ദലീമ. സർ, ക്ഷീരവികസന വകുപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തുക നീക്കിവയ്ക്കുന്ന മാതൃകയിൽ പ്രാഥമിക മേഖലയുടെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന 30% തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം തുക മത്സ്യകൃഷിക്ക് നീക്കിവയ്ക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമോ? സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗോടെ ചോദിച്ചത്. കാരണം എല്ലാ നമ്മുടെ MLA-മാരും നമ്മളൊന്ന് മുൻകൈ എടുക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിനും ക്ഷീരവികസന വകുപ്പിന് ഓഫീസുണ്ട്. പക്ഷേ ഫിഷറീസ് വകുപ്പിന് ആകെ കേരളത്തിൽ 67 പ്രാദേശിക ഓഫീസുകൾ മാത്രമാണുള്ളത്. ഒരു ഓഫീസർ 36 തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി സംബന്ധിച്ച് ചുമതല നിർവഹിക്കേണ്ടതുണ്ട്. ഈ കാരണത്താൽ എന്താണെന്ന് വെച്ചാൽ തദ്ദേശഭരണ വകുപ്പ് മാറ്റിവെക്കുന്ന പണം വിനിയോഗിക്കാൻ പോലുമുള്ള ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പിനില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ കേരളത്തിൻ്റെ മത്സ്യ മേഖലയിൽ 65% വരുന്ന ഈ ജലാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നല്ലൊരു ശതമാനം തുക വെപ്പിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട MLA-മാർ മുൻകൈയെടുത്താൽ അത് അവരുമായിട്ട് ചർച്ച ചെയ്ത് വെപ്പിക്കേണ്ടതായിട്ടുണ്ട്.
നടത്താനുള്ള ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സംവിധാനം ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകമായി നീക്കി വയ്ക്കുന്ന തുക കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേകമായ ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിച്ചിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കുറച്ച് പണം മാറ്റിവെക്കണമെന്ന് ഉള്ള കാര്യം കൂടി പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എച്ച് സലാം. സാർ, വേമ്പനാട് കായൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കായലാണ്. അവിടെ ജലസംഭരണ ശേഷി, അതിൻ്റെ പ്രശ്നം, മത്സ്യോൽപാദനത്തിൻ്റെ പ്രശ്നം, കാർഷിക മേഖല പ്രശ്നം, ഇതെല്ലാം ഗൗരവമായി നമ്മളെ ബാധിക്കുകയാണ്. സാർ, നമ്മുടെ കുട്ടനാടൻ കരിമീൻ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ കരിമീൻ ഉൽപ്പാദനത്തിന് ഇപ്പോൾ ഹാച്ചറി 1000 തെങ്ങ് അഴീക്കോട് മാത്രമാണ് ഹാച്ചറി ഇതിൻ്റെ ഭാഗമായി നന്നായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സാർ, കൃഷിക്കാരുടെ സഹായത്തോടു കൂടി കൂടുതൽ കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശക്തമായ ഇടപെടലാണ് ഇക്കാര്യം നടത്തിയിട്ടുള്ളത്. കർഷകരുടെ പങ്കാളിത്തത്തോടെ കരിമീൻ മത്സ്യവിത്തുൽപാദനത്തിന് പിന്നാമ്പുറങ്ങളുടെ മത്സ്യവിത്തുൽപാദന യൂണിറ്റ് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. സാർ, ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 3 ലക്ഷം രൂപ ചെലവ് വരും. ഇത്തരം യൂണിറ്റുകൾക്ക് ആദ്യ വർഷം ആകും ചെലവിൻ്റെ 40% 1,20,000 രൂപ ധനസഹായം ലഭിക്കും. 2023-24 വർഷം 229 പുതിയ കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾ സ്ഥാപിച്ചു. 148 കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു. യൂണിറ്റുകളിൽ നിന്ന് 83.68 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. നടപ്പ് വർഷം 175 പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും 309 യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു. ഈ യൂണിറ്റുകളിൽ നിന്ന് 77.81 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാണ്. സാർ, ഈ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ, വരാലിൻ്റെ ഉൽപ്പാദനത്തിനും കരിമീൻ്റെ ഉൽപ്പാദനത്തിനും പ്രത്യേകമായ ശ്രദ്ധ സർക്കാർ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ശ്രീ ടി ജെ വിനോദ്. സർ, കൊച്ചി കായലിൽ എക്കലും ചെളിയും മണ്ണുമെല്ലാം അടിഞ്ഞുകൂടി മത്സ്യസമ്പത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വിഘാതമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേലിയേറ്റ സമയത്ത് ഈ കാലഘട്ടത്തിലും വല്ലാത്ത വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മുങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ കൊച്ചിൻ പോർട്ടിൻ്റെ അധീനതയിലുള്ള പോർട്ട് നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങളിലെങ്കിലും ഡ്രഡ്ജിങ് നടത്താനുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഈ കാര്യത്തിൽ നമ്മൾ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാർ. കാരണം ഇത് വരുന്നത് ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങൾ, അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ ചില പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിൽ ഡ്രഡ്ജിങ് നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടത് ഇറിഗേഷൻ വകുപ്പാണ്. ഇതിലേക്ക് വരുന്ന തോടുകളുടെ നവീകരണത്തിൻ്റെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പാണ്. ആ തോടുകളുടെ നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നമ്മൾ കഴിഞ്ഞ 3 വർഷമായി കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് ഇറിഗേഷൻ വകുപ്പായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് ആലോചിക്കുന്നതായിരിക്കും. ശ്രീ എം രാജഗോപാൽ. മത്സ്യകൃഷി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ ഗുണനിലവാരം ഉറപ്പാക്കിയ മത്സ്യക്കുഞ്ഞുങ്ങളെ യഥാസമയം ലഭ്യമാക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ് സർ. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഹാച്ചറികളിൽ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? സാർ, നമ്മുടെ ഹാച്ചറികളെല്ലാം ഇപ്പോൾ വളരെ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. നല്ല രൂപത്തിൽ ഹാച്ചറികളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 733.75 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം നമുക്ക് കഴിഞ്ഞ വർഷം നടത്താൻ പറ്റി. ഇതിൽ മലമ്പുഴ, ചുള്ളിയാർ, മീങ്കര, മംഗലം, വാളയാർ, തേവള്ളി വെസ്റ്റ്, കല്ലട, പള്ളം എന്നീ 8 ഹാച്ചറികൾ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് സാർ. ആകെ ലക്ഷ്യത്തിൻ്റെ 91% ഇതിനോടകം തന്നെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ പറയാം. ശ്രീ കെ വി സുമേഷ്. സർ, ഈ നമ്മുടെ സർക്കാർ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഉൾനാടൻ മത്സ്യോൽപാദനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, വർധനവുണ്ടായിട്ടുണ്ടോ എന്നാണ് സർ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം 2020-21 34,987 മെട്രിക് ടണ്ണിൽ നിന്ന് 23-24 വർഷത്തിൽ 40,852 മെട്രിക് ടൺ ആയി വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗത കൃഷി രീതികൾ ഒതുങ്ങി നിന്ന മത്സ്യകൃഷി മേഖലയിൽ നിന്ന് നൂതന കൃഷി രീതികളായ ബയോഫ്ലോക്, റീസർക്കുലേറ്റീവ് അക്വാകൾച്ചർ സിസ്റ്റം, കൂട്ടിലെ മത്സ്യകൃഷി എന്നിവയിലേക്ക് ചൂടുമാറ്റുന്നതിന് കാർപ്പ്, കാരച്ചെമ്മീൻ എന്നീ പരമ്പരാഗത ഇനങ്ങളോടൊപ്പം മനാമി ചെമ്മീൻ, കരിമീൻ, പൂമീൻ, തിരുത, ആസാം വാള, നൈൽ തിലോപ്പിയ, കാളാഞ്ചി, പൊമ്പാനോ, നാരൻ ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളെ ഉൾപ്പെടുത്താനും കഴിഞ്ഞതിലൂടെയാണ് വലിയ പുരോഗതി ഉൾനാടൻ മത്സ്യമേഖല വെച്ചിട്ടുണ്ട്. സാർ, ഈ വർഷം ഞാൻ അഭിമാനത്തോടെ 100 കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യകൃഷിക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. ശ്രീ സി ആർ മഹേഷ്.
അങ്ങ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സർ, ഫിഷറീസ് ഓഫീസർമാർ ഇല്ലാത്തത് കാരണം നീണ്ടകര, കരുനാഗപ്പള്ളി, ചെറിയഴീക്കൽ, സായിക്കാട് എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടുന്ന സാക്ഷ്യപത്രം, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നിലനിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു, പക്ഷേ ആൾ തിരികെ പോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം, അടിയന്തരമായി ഇവിടെ ഓഫീസർമാരെ നിയമിക്കാൻ അങ്ങ് ഇടപെടുമോ? സാർ, PSC നിന്നാണ് നമുക്ക് ആളിനെ കിട്ടേണ്ടത്. PSCയോട് ആവശ്യപ്പെട്ടു, കുറേ ആളിനെ കിട്ടി, കുറേ ആളിനെ നിയമിച്ചിട്ടുണ്ട്, കുറേ വേക്കൻസീസ് ഒഴിവ് വന്നിട്ടുണ്ട്. ഏറ്റവും വേഗം ആളുകളെ നിയമിക്കുന്നതിനോട് നടപടികൾ സ്വീകരിക്കും. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സാർ, എക്കലും അടിയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പം നീണ്ടകര ദളപുരം പാലം അത് 18 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്ത, പക്ഷേ തൂണുകൾക്കിടയിലുള്ള ആ മണ്ണ് അവർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരുന്നത് നീക്കിയിട്ടില്ല. അപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ടും ഇപ്പം താൽക്കാലികമായിട്ട് ബ്രിഡ്ജുകളുടെ അടിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റുമെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ടെൻഡർ ചെയ്ത 9 കോടി രൂപയുടെ ബോട്ട് ചാനൽ വൃത്തിയാക്കുന്ന നടപടിയും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൗജന്യമായിട്ട് മണ്ണ് കൊടുക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി ഗവൺമെൻറ്. പക്ഷേ ഇൻലാൻഡ് നാവിഗേഷനും അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം നമുക്ക് ടെൻഡറായ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങ് ഇതിൽ ഇടപെടുമെന്നുള്ളതാണ്. സാർ, ഈ കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും ഈ മണ്ണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം ബന്ധപ്പെട്ട വകുപ്പുകാരുടെ കൂടി ചർച്ച ചെയ്തിട്ട് അടിയന്തര സ്വഭാവത്തിന് പരിഹാരം കാണും. ശ്രീ ജോബ് മൈക്കൽ. ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന അനുബന്ധ ആറുകളിലും തോടുകളിലും എക്കലും പോളയും അടിഞ്ഞ് നീരൊഴുക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ് സാർ. അങ്ങ് ഇടപെട്ട് അങ്ങയുടെ നിയോജകമണ്ഡലമായ ചെങ്ങന്നൂർ ഉൾപ്പെടെ കുട്ടനാട്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ അപ്പർ കുട്ടനാട്ടിലെ എക്കലും പോളയും നീക്കം ചെയ്ത് നെൽകൃഷിക്കാരെയും മത്സ്യബന്ധന തൊഴിലാളികളെയും രക്ഷിക്കാൻ തയ്യാറാകുമോ സാർ? സാർ, അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. കോട്ടയം ജില്ലയിൽ ഈ പദ്ധതിയിലെ ഒരു ഘടകമായ പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഈ തോട് നവീകരണത്തിൻ്റെ ഭാഗമായി വൈക്കം മുനിസിപ്പാലിറ്റിയിലെ ജങ്കാർ ജെട്ടിക്കടവ്, കുമരകം പഞ്ചായത്തിലെ 4 പങ്ക് ടെർമിനൽ, വിജയപുരം പഞ്ചായത്തിലെ വട്ടമൂട് കടവ്, എരുമേലി പഞ്ചായത്തിലെ കൊരട്ടിക്കടവ്, മുണ്ടക്കയം പഞ്ചായത്തിലെ ചാച്ചിക്കടവ് ചെക്കിടാം, ഈരാട്ടുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഈരക്കയം ചെക്കിടാം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും മത്സ്യകൃഷിക്ക് അനുയോജ്യമായ രൂപത്തിൽ അത് നവീകരിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിലെ തോടുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ പരിമിതമായ തുക ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. അടിയന്തര സ്വഭാവത്തിൽ എന്തെങ്കിലും പദ്ധതി നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങ് ശ്രദ്ധയപ്പെടുത്തിയാൽ ആ കാര്യവും നമ്മൾ പരിഗണിക്കും. ശ്രീ പി ബാലേന്ദ്രൻ. സർ, കേരളത്തിലെ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതും 5 പ്രധാന നദികളുടെ പതന കേന്ദ്രവുമായ വെമ്പനാട്ട് കായൽ ഉടൻ വരുന്ന കാലത്ത് ചതുപ്പായി മാറുമെന്ന് കായൽ ഗവേഷകരുടെ അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാൻ? യെസ് മിനിസ്റ്റർ. ചതുപ്പൊന്നും ആകാൻ പോകുന്നില്ല. അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം മൂലം നമ്മുടെ അരൂർ, ചേർത്തല പ്രദേശങ്ങളിലെ വേലിയേറ്റ സന്ദർഭങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അടിയന്തരമായി മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് വെള്ളം ഒഴുകി വന്ന് സംഭരിക്കപ്പെടാനുള്ള സംവിധാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത് ഈ കുഫോസിൻ്റെ റിപ്പോർട്ടടക്കം വന്നിട്ടുണ്ട് സാർ. അത് ഗൗരവമായി തന്നെ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടമായതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്നൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്. അങ്ങ് ഉന്നയിച്ച ചോദ്യം പ്രധാനമാണ്. ആ കാര്യത്തിൽ അടിയന്തര സ്വഭാവം നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ കൂടിയാലോചന നടത്തുമെന്ന് അവരും പറയാൻ ആഗ്രഹിക്കുക. ശ്രീ തോമസ് കെ തോമസ്. സാർ, ഞാൻ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം. അത് പ്രത്യേകിച്ച് വേമ്പനാട്ട് കായലുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അവർക്കത് വിപണിയും ഒന്നിച്ച് തന്നെ ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കുക. കാരണം പോള കാരണം മത്സ്യം പിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. സാർ, ഈ പോളവാരൽ എന്ന് പറയുന്നത് നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തോട് മാത്രമാണ് നമ്മുടെ കീഴിലുള്ളത്. ഇറിഗേഷൻ വകുപ്പാണ്. അത് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രി ശ്രദ്ധ നമുക്ക് പെടുത്താം. ചോദ്യം നമ്പർ 212 ശ്രീ എ പി അനിൽകുമാർ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സാർ, സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണം മൂലമുള്ള പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്
മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് നിരീക്ഷണം. ഈ നിരീക്ഷണത്തെ തുടർന്ന് ഈ സംസ്ഥാന സർക്കാർ വനം വകുപ്പ് പ്രത്യേകിച്ചും ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയും അതിൽ ഒരു കർമ്മപരിപാടി തയ്യാറാക്കുകയും ആ കർമ്മപരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിപുലമായ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഒരു 10 പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കുറേ അധികമുള്ളതുകൊണ്ട് ഞാനത് മേശപ്പുറത്ത് വെക്കുകയാണ്. ശ്രീ എ പി എൽകുമാർ. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ എളമ്പുഴ നടുവക്കാട് ഭാഗങ്ങളിൽ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സർ ഒരു ബൈക്ക് യാത്രികനെ കയറി ആക്രമിക്കുകയും ചെയ്തു. സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ്. അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായി സർ പറയുന്നു. സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, എൻ്റെ ചോദ്യം സർ, സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിൻ്റെതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം, അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരുമെന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, ഇത് 2 ചോദ്യമാണ്. എന്നാലും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹം കൺസെന്റ് എടുത്തിരുന്നു റേസ് ചെയ്യാൻ അനുവാദം. അതെ, അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടുവെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണമാണ് അവിടെ ഉണ്ടായത്. നാളുകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ്. രണ്ടാമത്തത്, വന്യമൃഗങ്ങൾക്ക് ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ 10 പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് മലയോര മേഖലയുണ്ട് സർ. സർ, കഴിഞ്ഞ ബജറ്റിൽ 22 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 70 കോടി രൂപ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചായി ബജറ്റിനകത്തുണ്ട്. സർ, അത് വളരെ പരിമിതമാണ്. സർ, ഈ പരിമിതമാണെങ്കിൽ പോലും സർ, എൻ്റെ ചോദ്യം പ്രത്യേക പ്രയോറിറ്റി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾ താമസിക്കുന്ന, പ്രത്യേകിച്ച് വനമേഖലയ്ക്കകത്ത് ആദിവാസികൾ താമസിക്കുന്ന ആദിവാസി കോളനികളിൽ പ്രത്യേകം പ്രതിരോധം, പ്രത്യേകിച്ച് ഡ്രഡ്ജിങ് ആയാലും ഫെൻസിങ് ആയാലും ഒക്കെ നൽകുന്നതിന് ഈ ഗവൺമെൻറ് മുൻഗണന നൽകുമോ എന്നുള്ളതാണ്. മിനിസ്റ്റർ. തീർച്ചയായും ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ നമ്മൾ ആദിവാസി മേഖലയിലാണ് ഈ പ്രശ്നങ്ങൾ കുറേ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ആറളത്തെ ആദിവാസി മേഖലയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് മേഖലകളിലും അത് നടപ്പിലാക്കണം. ഇപ്പോൾ നടപ്പിലാക്കിയ പരിപാടിയുടെ റിസൾട്ടൊന്നും നമുക്ക് കുറച്ച് കാത്തിരിക്കണം. ആ പരിപാടി മറ്റെല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ. തീർച്ചയായും ആദിവാസി ഗോത്രവിഭാഗ ജനങ്ങൾക്കാണ് മുൻഗണന നൽകുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, ഇവിടെ ആവാസ വ്യവസ്ഥയുടെ മെച്ചത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ടുള്ള വന്യജീവി അക്രമത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല നടപടികൾ എടുത്തു എന്ന് നമ്മളിവിടെ പറയുകയും എന്നാൽ ഫലത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിബിഡ വനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആദിവാസികളാണ്. സാറേ, അവരെ നാട്ടിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്, എത്ര കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്ന് വിശദീകരിക്കാമോ? സർ, ഇത് സംബന്ധിച്ച വിശദമായ കണക്കുകൾ എൻ്റെ വശമില്ല. എന്നാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വനമേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളാൽ അവിടെ സംരക്ഷിക്കാൻ കഴിയുന്നത്ര ഭൂമി വിസ്തൃതി
ഇവിടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടേത് പിന്നെ വളരെ ഇത് കൂടിയ ഒരു ഭൂമിയാണുള്ളത്. അപ്പോൾ ആ ഭൂമിയുടെ വന മേഖലയുടെ അളവനുസരിച്ചുള്ളൊരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ പ്രക്രിയ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാണ് നമ്മൾ വേണ്ടത്. പക്ഷേ കൺട്രോൾ ചെയ്യാൻ ദൗർഭാഗ്യവശാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിന് അങ്ങയുടെ സഹായമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ മാത്യു ഗോയൽ ചുമതലപ്പെടുത്തിയ പ്രകാരം സണ്ണി ജോസഫ്. സാറേ, മന്ത്രി ഇപ്പം തന്നെ പറഞ്ഞു, ആർളം ആദിവാസി മേഖലയിൽ 2 ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസം. അവിടെ ഒരു ആദിവാസി യുവതി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. ഇനിയൊരാൾ ആർളത്ത് ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ സർ എന്ന ചോദ്യത്തിന് അങ്ങേക്കും എനിക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതിനെന്ത് ഉത്തരം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കും? സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗ അക്രമം, പ്രത്യേകിച്ച് ആന അക്രമം ആദിവാസി മേഖലയിൽ, ആറളം പുനരധിവാസ മേഖലയിൽ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ? ആറളം ഫാമിൽ 2 പേരെ കൊലപ്പെടുത്താനിടയായ വന്യജീവി അക്രമം സംബന്ധിച്ച് നമ്മൾ 2 പേരുമാണ് അവിടെ 2 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. വളരെ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സർ, അവിടെ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച രൂപത്തിലുള്ള ജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, വളണ്ടിയർ സംഘടന, പോലീസ്, ഫയർ സർവീസ് ഇവരുടെ നേതൃത്വത്തിലൊരു ടീം അവിടെ അങ്ങയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങത് 2-3 തവണയായി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6-ാം തീയതി കണ്ണൂരിൽ വന്ന് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനുഷ്യസാധ്യമായ ഒരു ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉറപ്പാണ് നമുക്ക് നൽകാനുള്ളത്. പക്ഷേ അങ്ങേക്കറിയാം, ആറളം ആറളം വനവും ആറളത്തിലെ ഫാമും തമ്മിലുള്ള, ഇപ്പോൾ ഫാമിലാണ് ആന വന്യജീവികളുള്ളത്, കാട്ടിലല്ല. ആറളം ഫാമിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളാണ് ദൗർഭാഗ്യവശാൽ അവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന വസ്തുതയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ആറളത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ അവരെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, ചാലക്കുടി മണ്ഡലത്തിലെ കോടശ്ശേരി, പരിയാരം, അതിരപ്പള്ളി, മേലൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. മരണഭയത്തിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ആന മാത്രമല്ല, പന്നിയും മാനും മലയണ്ണാനും കൃഷി നശിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സാർ, വിദേശ രാജ്യങ്ങളെ പോലെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് കള്ളിങ് പോലെയുള്ള നടപടികൾ സ്വീകരിക്കണം. എൻ്റെ ചോദ്യം ഇതാണ് സാർ, വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക്, പരിക്കേൽക്കുന്നവർക്കും കൃഷിനാശത്തിനും ഇപ്പോൾ നൽകുന്ന തുച്ഛമായ ആശ്വാസധനത്തിനു പകരം മോട്ടോർ ആക്സിഡൻറ്റ് ട്രിബ്യൂണൽ പോലെ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിനും കാർഷിക വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുമോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ വന്യമൃഗ ശല്യം രൂക്ഷം തന്നെയാണ്. പക്ഷേ അതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്, അതിനുള്ള പരിഹാരമായി അങ്ങ് നിർദ്ദേശിച്ചത് മോട്ടോർ ആക്സിഡൻറ്റിന് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ വനം വകുപ്പിലും അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ എന്നാണ്. അതൊരു നല്ല നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംബന്ധിച്ച് വിദഗ്ധന്മാരുമായും ധനകാര്യമന്ത്രിയുമായും നിയമമന്ത്രിയും ഒക്കെ ആലോചിച്ച് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് സഭയ്ക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ശ്രീ ജി സ്റ്റീഫൻ. സാർ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണ്. അവിടെ ഈ അടുത്ത കാലത്തായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ വന്യമൃഗാക്രമണം രൂക്ഷമാണ്. ഏറ്റവും അവസാനം ആക്രമണത്തിൽ പരിക്കേറ്റ 3 ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ആഴ്ച കല്ലാർ ഗവൺമെൻറ് UPSൻ്റെ മതിൽ കല്ലാർ UPSൻ്റെ മതിൽ ആന തകർക്കുന്ന സംഭവം ഉണ്ടായി. ആയതുകൊണ്ട് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം കൂടുതലായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ട്രഞ്ച് കുഴിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. ട്രഞ്ച് കുഴിക്കുമെന്നു? സാർ,
കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ട്രെഞ്ച് കുഴിക്കുക എന്ന പരിപാടി കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ തുടർന്നു വരുന്ന പരിപാടിയാണ്. ആ പരിപാടി വിജയകരമല്ല എന്നാണ് മുൻ വനംവകുപ്പ് മന്ത്രിമാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത് പ്രായോഗികമാണെങ്കിൽ നമുക്കത് പരീക്ഷിച്ച് നോക്കുന്നതിന് വനംവകുപ്പിന് തടസ്സമൊന്നുമില്ല. ശ്രീ യു എ ലത്തീഫ്. സുധാകരൻ. ഇടപ്പറ്റ പഞ്ചായത്തിൽ വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനായി എന്തെങ്കിലും നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. അത് മഞ്ചേരി മണ്ഡലത്തിൽ മാത്രമല്ല സർ, ആ മമ്പാട് മേഖലയാകെ വരുന്ന ഒരു വനപ്രദേശമാണത്. അവിടെ ഇപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കവിടെ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പ്രത്യേകമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാം. ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 1-2 മാസക്കാലമായി ഏതാനും പുലികൾ വന്ന് ജനവാസ മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നിനെ കൂടുവെച്ച് പിടിച്ച് വനത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ബാക്കി 3 ഉണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ആ 3 ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ്. ഭീതി പരത്തി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വല്ലാത്ത പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവിടെ RRT ഇല്ല, വേണ്ടത്ര ഫോഴ്സ് ഇല്ല, ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ല. ഈ സാഹചര്യത്തിൽ ഇതിനെ തുരത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? സാർ, ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പ്രദേശത്ത് RRTയും ഫോറസ്റ്റ് സ്റ്റേഷനും ഇല്ല എന്നുള്ള കാര്യം ശരിയാണ്. അത് സംബന്ധിച്ച് കൂടുതൽ RRTകളും കൂടുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുകളും ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായാൽ ആദ്യ പരിഗണന കാസർഗോഡിനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമിനെ അവിടെ പ്രത്യേകമായി വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധനയും കരുതൽ നടപടികളുമാണ് സ്വീകരിച്ചു പോരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ചില പദ്ധതികൾ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കമ്പോണൻ്റ് കൂടി ചേർത്തുകൊണ്ട് നമുക്ക് പണം കിട്ടുന്നുണ്ട്. പക്ഷേ ആ പണമൊക്കെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വണ്ടൂർ MLA പറഞ്ഞതുപോലെ അതൊക്കെ തീർത്തും അപര്യാപ്തമാണ്. ആ അപര്യാപ്തമായ തുക നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് പരമാവധി തുക ബജറ്റിൽ ഏർപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഗവൺമെൻറ് കാര്യക്ഷമമായി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം പണം സ്വരൂപിച്ച് ആ മേഖല ചെലവഴിക്കാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA പറഞ്ഞപ്പോൾ കേരളത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വനാതിർത്തികളിലും ഫെൻസിങ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി പൂഞ്ഞാർ മണ്ഡലം മാറാൻ പോവുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ശ്രീ വായൂർ സോമൻ. സർ, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഗ്രാമ്പി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം കടുവയിറങ്ങി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരവസാനം വന്നൊരു ക്യാമറ പിടിപ്പിച്ചിട്ട് പോയി. കഴിഞ്ഞ ദിവസം പാലൂർക്കാവിൽ പുലിയിറങ്ങി സാബുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പട്ടിയെ കടിച്ചു കൊണ്ടുപോയി. അവിടെ ഒരു ക്യാമറ ഏർപ്പെടുത്തിയിട്ട് പോയി. യെസ്, ചോദ്യത്തിലേക്ക് വരൂ. എന്താ ആവശ്യം പറ. ഈ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് കൂടുവെച്ച് ഇതിനെയെല്ലാം പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പ്രധാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് അവിടെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയാമെന്ന് തീർച്ചയായും ഗൗരവത്തിൽ ആലോചിക്കും. ശ്രീ KP മോഹനൻ. വന്യജീവികളുടെ ആക്രമണം വനാതിർത്തി വിട്ട് കൃഷിയിടത്തിലും നാട്ടിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് സാർ. എൻ്റെ ജീവമണ്ഡലത്തിൽ ഒരു നല്ല കൃഷിക്കാരനെയാണ് സാർ ഈ അടുത്ത ദിവസം കാട്ടുപന്നി ആക്രമിച്ച് കൊല ചെയ്തത്. അപ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സാർ. സാർ, അത് മാത്രമല്ല, ഈ മരണപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മന്ത്രി നേരിട്ട് വന്ന് അവർക്ക് വേണ്ട ആശ്വാസ നടപടികളുമായിട്ട് 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ. പക്ഷേ ഇനി അവരുടെ കുടുംബം ജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് ഉള്ളത്. പന്നി ആക്രമണത്തിൽ മരണപ്പെട്ട ശ്രീധരൻ്റെ നിരാലംബരായ ശ്രീധരൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ്. സാർ, നിരാലംബരായ കുടുംബത്തെ സഹായിക്കണമെന്ന
ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിന് ചില പ്രഖ്യാപിത നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. അങ്ങനെ മാത്രമേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി നൽകാനാവുകയുള്ളൂ. എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പറുമായി ആലോചിച്ച് ആ കുടുംബത്തിന് താൽക്കാലിക ജോലി നൽകുന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ ഈ പൊതു ചർച്ചയുടെ ഭാഗമായി നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്ന് ആലോചിക്കാം. ശ്രീ മാണി സി കാപ്പൻ, അവിടെ നിൽക്കുന്ന ആൾ മാറണം. സർ, സമീപത്തെങ്ങും വനമില്ലാത്തൊരു മേഖലയാണ് പാലാ നിയോജകമണ്ഡലം. അവിടെ വ്യാപകമായ കാട്ടുപന്നി ശല്യമാണ്. ഈ കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ? സർ, കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവരൊരു പ്രയാസമായി പറഞ്ഞ് അതിനു വേണ്ടുന്ന ചെലവ് ആര് വഹിക്കുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലൂടെ വെടിവെക്കാനും സംസ്കരിക്കാനുമുള്ള ചെലവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത്, രണ്ട് കാര്യം പറഞ്ഞല്ലോ, കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം നമ്പർ 213, ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, 1956 കമ്പനീസ് ആക്ട് പ്രകാരം 72ലാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മിതമായ പലിശ നിരക്കിൽ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കോർപ്പറേഷൻ്റെ വിവിധ വായ്പാ പദ്ധതികളിലൂടെ വായ്പകൾ ലഭ്യമാക്കുന്നതിനും അതുവഴി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിനുമാണ് കോർപ്പറേഷൻ നിലകൊള്ളുന്നത്. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വായ്പ നൽകാനുതകുന്ന വിവിധ പദ്ധതികൾ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നു. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ്റെ മുഖ്യ കാര്യാലയത്തിനു കീഴിൽ 14 ജില്ലാ കാര്യാലയങ്ങളും 3 ഉപജില്ലാ കാര്യാലയങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ദേശീയ പുനർവായ്പാ ഏജൻസികളുടെ വായ്പാ സഹായവും സംസ്ഥാന സർക്കാരിൻ്റെ മൂലധന സഹായവും ഉപയോഗിച്ചാണ് കോർപ്പറേഷൻ വായ്പാ വിതരണം നടത്തുന്നത്. സർ, ബി, പ്രസ്തുത കോർപ്പറേഷൻ വായ്പകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ നിലവിൽ നടപ്പിലാക്കുന്ന വിവിധ വായ്പാ പദ്ധതികളുടെ ഇല്ല സർ, കഴിഞ്ഞു. പ്രസ്തുത ജാമ്യം നിർദ്ദിഷ്ട ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, LIC പോളിസി എന്നിവയ്ക്ക് പുറമെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടിയിലും വായ്പകൾ അനുവദിക്കുന്നുണ്ട്. ഡി, വസ്തുജാമ്യം നിർദ്ദിഷ്ട ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, LIC പോളിസി എന്നിവയ്ക്ക് പുറമെ ആണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടിയിലും കോർപ്പറേഷൻ വായ്പകൾ നൽകി വരുന്നത്. കുടുംബശ്രീ മുഖേനയുള്ള വനിതാ സംരംഭക വായ്പകൾക്ക് ജാമ്യം ഒഴിവാക്കി വായ്പ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ. യെസ്, ശ്രീ സജീവ് ജോസഫ്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ലോണുകൾ നൽകുന്നതിന് മടിക്കുകയാണ് സർ. സിവിൽ സ്കോറും മറ്റ് കാരണങ്ങൾ പറഞ്ഞ് നിരാശരാക്കിയാണ് അവർ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രസക്തി. സർ, കുറച്ചു കാലങ്ങളായിട്ട് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയാണ്. ലോണുകൾക്ക് ഗ്യാരണ്ടി ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം സർ, ഇത് ഈ ഗ്യാരണ്ടി ഏർപ്പെടുത്തിയ അങ്ങനെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ ഇളവ് നൽകി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുമോ, അതിന് അനുകൂലമായ നടപടി സ്വീകരിക്കുമോ, പുതിയ അപേക്ഷകൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് സർ, ഈ സ്ഥാപനം നേരത്തെ ഒരു ലോസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. സർ, ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയ്ക്ക് പൊതു ഒരു മാനദണ്ഡം തന്നെയാണ് സർ നമ്മളിതിനു വേണ്ടി സ്വീകരിച്ചു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥരുടെ ജാമ്യവും ആൾജാമ്യവും വസ്തു ജാമ്യവുമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബശ്രീകളെ ഉൾപ്പെടുത്തി അവർക്ക് ഒരു ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സർ. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ലോൺ എടുക്കുകയും കുടിശ്ശികയായവർക്ക് നിരവധിയായ ആൾക്കാരുണ്ട്. കുടിശ്ശികയായതിനാൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലർക്കും അപേക്ഷിക്കുമ്പോൾ അപേക്ഷ പരിഗണിക്കുന്നില്ല. ഈ ചെറിയ തുക പോലും കുടിശ്ശികയായവർക്ക് പിന്നീട് ലോൺ അനുവദിക്കുന്നില്ല. സർ, ഇത് പരിശോധിച്ച് കുടുംബത്തിൽപ്പെട്ടവർക്ക് മറ്റുള്ളവർക്ക് ലോൺ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും.
യെസ് മിനിസ്റ്റർ. സാർ, ആ നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നുണ്ട് സാർ. ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അത്തരം ലോണുകൾ 70% വരെയും അതേപോലെ തന്നെ ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ ഈ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സാമ്പത്തിക വർഷവും മാർച്ച് മാസത്തിൽ നമ്മളൊരു അദാലത്ത് സംഘടിപ്പിച്ച് ഈ പറയുന്ന പോലെ മരണപ്പെട്ടവരുടെയും അതേപോലെ തന്നെ വലിയ കുടിശ്ശികയായി യാതൊരു കാരണവശാലും തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്ക് 70%, ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി ഇപ്പോൾ പിന്നെ കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്. സാറേ, പട്ടികവർഗ ഊരുകൾ അതിനെപ്പം ഉന്നതികളെന്നാക്കി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. പക്ഷേ ഉന്നതികളെന്ന നാമകരണം കൊണ്ട് മാത്രം പേര് വിളിച്ച് അവരെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രമായില്ല, പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങളില്ല. വീടുകൾ വളരെ ചോർന്നൊലിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടിവെള്ളമില്ല, റോഡുകളില്ല, വൈദ്യുതി കണക്ഷൻ പല സ്ഥലത്തും വിച്ഛേദിക്കുന്നു. ആദിവാസി പുനരധിവാസ മേഖലയിൽ പോലും നമുക്കറിയാം വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. ആനമതിൽ നിർമ്മാണം തടസ്സപ്പെട്ടതാണ് ഒരു വലിയ പ്രശ്നം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആറളം ഉൾപ്പെടെയുള്ള ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമോ, നടപ്പിലാക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ചോദിച്ചത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഉള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട MLA ചോദിച്ചത് മറ്റിതര ചോദ്യം അടുത്തായിട്ട് വരുന്നുണ്ട് സാർ. ആ സമയത്ത് ഉത്തരം പറഞ്ഞോ, അറിയാവുന്നെങ്കിൽ പറഞ്ഞോ. ഇപ്പം നമ്മൾ പിന്നെ വകുപ്പ് ഇപ്പോൾ ഉന്നതി എന്നുള്ള പേര് പുതിയതായിട്ട് നമ്മൾ നാമകരണം ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പട്ടികവർഗ വകുപ്പിലെ ഏകദേശം പദ്ധതികൾ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ഗവൺമെൻറ്, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്ലാൻ ബോർഡിൻ്റെ ഒക്കെ ഒരു ഡിസ്കഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരം ഉന്നതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ റോഡ് ആക്സസ്, അതുപോലെ തന്നെ ഈ വൈദ്യുതി, മശാനം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പാക്കേജ് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതി വെച്ച് വളരെ പ്രധാനപ്പെട്ട ഉന്നതികളിൽ അത്തരം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും സാർ. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാർ, UDFൻ്റെ ഭരണകാലഘട്ടത്ത് ആരംഭിച്ച അംബേദ്കർ ഗ്രാമ പദ്ധതി ഇപ്പോഴും തുടരുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പല ഉന്നതികളിലും അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിനാവശ്യമുള്ള പണം തികയാത്ത സാഹചര്യമാണുള്ളത്. അവിടെയുള്ള ആളുകളെല്ലാം പരസ്പരം ബഹളം ഉണ്ടാക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ 1 കോടി രൂപ എന്നുള്ളത് 2 കോടി ആക്കാനും, അല്ലെങ്കിൽ അവിടെ മുൻപുള്ള നിബന്ധനകൾ മാറ്റിയിട്ട് അവിടെയുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൃത്യമായും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുത്ത് ഈ പണം വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. യെസ് മിനിസ്റ്റർ. സാർ, നമ്മൾ പട്ടികവർഗ വകുപ്പ് പൊതുവെ അവരുടെ പൊതുവായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീട് നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇങ്ങനെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിൻ്റെ പുറമെയാണ് സാർ ഒരു അഡീഷണൽ പദ്ധതി എന്ന നിലയ്ക്ക് അംബേദ്കർ ഭവന പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത്. അത് നേരത്തെ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു യൂണിറ്റിന് 1 കോടി രൂപയായിരുന്നു നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 25 ഫാമിലി ഉൾപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ നമ്മൾ 2016 മുതലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ച് വന്നത്. ഇപ്പം നമുക്ക് 25 ഫാമിലി എന്ന നിലയ്ക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1 കോടി രൂപയുടെ യൂണിറ്റ് ഒരു ഉന്നതിക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഭേദഗതി വരുത്തി 50 വീടാക്കിയും അതുപോലെ തന്നെ 75 വീടാക്കിയും നമ്മൾ ചുരുക്കി അതിന് അനുസൃതമായി ഫണ്ട് വിനിയോഗിക്കുന്ന രീതിയാണ് സാർ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അത് കൂടുതൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരു സാമ്പത്തിക വർഷം 50 യൂണിറ്റാണ് നമ്മൾ എടുത്തു വരുന്നത്. ആ കാര്യങ്ങൾ ഭാവിയിൽ പരിശോധിക്കും സാർ. ശ്രീ എം വിൻസെന്റ്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ആവശ്യമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സഹായം. സാർ, വരുമാനം പൊതുവെ കുറവായതുകൊണ്ട് സ്വാഭാവികമായും ബാങ്കുകൾ അവർക്ക് വായ്പകൾ നിഷേധിക്കുകയാണ് പതിവ്. അതുകൊണ്ട് അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് പലിശരഹിത വായ്പയും ഗ്രാൻറ്റും നൽകാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുമോ? മിനിസ്റ്റർ. സാർ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ SC/ST കോർപ്പറേഷൻ തന്നെ പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയാണ് സാർ. ഇത്തരം സംരംഭങ്ങളും ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് നമ്മുടെ കോർപ്പറേഷൻ ചെറുതും വലുതുമായിട്ടുള്ള
സംരംഭങ്ങൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പൊതുവായിട്ട് നടപ്പാക്കുന്ന ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലും നമ്മുടെ SC/ST ഉൾപ്പെടുത്തി നമുക്ക് അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തടസ്സവുമില്ല. അതിന് പുറമേ തന്നെ നമ്മൾ SC/ST വകുപ്പിൽ യുവതിയുവാക്കൾക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം സഹകരണ സംഘങ്ങൾ, മറ്റ് സൊസൈറ്റികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സാർ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ശ്രീ KM സച്ചിൻ ദേവ്. സർ, SC/ST കോർപ്പറേഷൻ വായ്പ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ? ഇതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം എത്രത്തോളം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മിനിസ്റ്റർ. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസ് ഉൾപ്പെടെ നമ്മളിപ്പോൾ 17 ഓഫീസുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നത്. അതിൽ 3 അതിൻ്റെ സബ് ഓഫീസുകളാണ്. ഒന്ന് കിളിമാനൂരും, ഒന്ന് വണ്ടൂരും, ഒന്ന് ചേലക്കരയുമാണ് പ്രവർത്തിച്ച് വരുന്നത്. ഇതിന് പുറമെ നമ്മൾ SC/ST ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം ഇവിടെ ചോദിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ഗവൺമെൻറ് 150 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തുക ലഭിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റിൽ എല്ലാ വർഷവും നമ്മൾ കോർപ്പറേഷന് ഒരു നിശ്ചിത സംഖ്യ നമ്മൾ മൂലധനം കൊടുക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാർ. ശ്രീ NK അക്ബർ. SC/ST കോർപ്പറേഷൻ വായ്പാ തിരിച്ചടവ് കുടിശ്ശിക ഒഴിവാക്കുന്നതിനായി വായ്പ എടുക്കുന്നവർക്ക് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്? സാർ, അത് ഞാൻ സൂചിപ്പിച്ചു സാർ. ഞാൻ എല്ലാ വർഷവും നമ്മൾ ഈ മരണപ്പെട്ട കുടുംബങ്ങൾ, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ തീരെ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ, കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, പ്രത്യാശ വായ്പ പദ്ധതി എന്ന നിലയ്ക്ക് നമ്മൾ ചില പരിപാടികൾ സംഘടിപ്പിച്ച് ഇവരുടെ ലോണുകൾ എഴുതി തള്ളുന്നതിനും ഒക്കെയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ N ഷംസുദ്ദീൻ. സർ, ഞാൻ ഈ പട്ടികജാതി വർഗ്ഗക്കാർക്ക്, ഭൂരഹിതരായ പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ കൊടുക്കുന്നത് 3 സെൻറ്റ് ഭൂമിയാണ്. സർ, ഈ കോർപ്പറേഷൻ വായ്പക്ക് ആ 3 സെൻറ്റ് ഭൂമിയുമായിട്ട് ചെന്നാൽ വായ്പയില്ല. മിനിമം 5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലേ വായ്പയുള്ളൂ. അതോടൊപ്പം തന്നെ അങ്ങക്ക് അറിയുന്നത് പോലെ ഈ ഭൂമി വിൽക്കാനും പാടില്ല. ഇപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിലൊരു കേസ്, ഞാനൊരു ഇളവിന് വേണ്ടി അങ്ങേക്കൊരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ ഭാര്യയ്ക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭൂമിയുണ്ട്. അതിൽ വീട് വെക്കണമെങ്കിൽ ഈ ഭൂമി വിൽക്കണം. അപ്പോൾ വിൽക്കാനും പെർമിഷൻ ഇല്ല. ഈ 3 സെൻറ്റ് ആയതുകൊണ്ട് കോർപ്പറേഷൻ വായ്പയും കൊടുക്കില്ല. അപ്പോൾ അതിനൊരു ഇളവ് വേണമെന്ന് പറഞ്ഞ് ഞാനൊരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ 3 സെൻറ്റ് വായ്പയായി സ്വീകരിക്കില്ല എന്നുള്ള മാനദണ്ഡം മാറ്റുമോ? മിനിസ്റ്റർ. സാർ, നമ്മളിപ്പോൾ ഈ SC/ST ഈ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നമാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിൽ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ SC/ST വിഭാഗത്തിന് ഭൂമി ഇല്ല, അവരെല്ലാവർക്കും ഭൂമി ലഭ്യമാക്കണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സാർ ഇപ്പോൾ ചില ഭൂമികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്തരം കൊടുത്ത ഭൂമി വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ചില ഗുണഭോക്താക്കൾ വകുപ്പിനെ സമീപിക്കാറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വളരെ ലെയറാണെങ്കിൽ, വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ, അത് ചില ക്യാൻസർ രോഗം പോലെയുള്ള കുടുംബമൊക്കെ ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബത്തിന് പ്രത്യേക ഒരു പെർമിഷൻ വെച്ചിട്ട് നമ്മൾ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നമ്മൾ നൽകി വരുന്നുണ്ട് സാർ. പിന്നെ ഈ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ കോർപ്പറേഷൻ്റെ അകത്ത് ഇപ്പോൾ കാലാനുസൃതമായി നമ്മുടെ ലാൻഡിൻ്റെ ഭൂമി കോർപ്പറേഷൻ പരിധിയിലും പഞ്ചായത്ത് പരിധിയിലും ഒക്കെ ഭൂമിയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ച് ശരിയാണ്. ചിലപ്പോൾ നമ്മൾ സർക്കാർ ഉത്തരവ് പ്രകാരം നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് ചിലപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാർ. കാര്യങ്ങൾ പരിശോധിക്കും. ചോദ്യം നമ്പർ 214. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സാർ, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് പ്രീ പ്രൈമറി തലം മുതൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ആയതനുബന്ധം ഒന്നായി ചേർത്തിട്ടുണ്ട് സാർ.
കൂടാതെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. കർമ്മ പദ്ധതി നടത്തിപ്പിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന ആസൂത്രണ ബോർഡ്, ആരോഗ്യ വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, സാംസ്കാരിക കായിക വകുപ്പുകൾ, വനം, സാമൂഹ്യനീതി വകുപ്പുകളുമായി സഹകരിച്ചാണ് സാർ ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നത്. ആൻസർ ടേബിൾ ചെയ്യുന്നോ? ശ്രീ കെ യു ജനീഷ് കുമാർ. സർ, പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രീ സ്കൂൾ പദ്ധതി ഏറെ മാതൃകാപരമാണ്. സംസ്ഥാനത്ത് എത്ര പ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടങ്ങളിലായിട്ട് എത്ര കുട്ടികൾ ഉണ്ട് എന്നും വിശദമാക്കാൻ കഴിയുമോ സാർ? യെസ് മിനിസ്റ്റർ. സർ, നമ്മൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ സാർ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. സാർ, മോഡൽ പ്രീ സ്കൂൾ സാർ നമുക്ക് 31 ഈ പ്രീ സ്കൂൾ ആണ് നമ്മൾ കേരളത്തിലിപ്പോൾ പ്രവർത്തിച്ച് വരുന്നത്. അതിൽ ഏകദേശം 500 കുട്ടികളാണ് സാർ ഇപ്പോൾ പഠനം നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ അത്തരം കുട്ടികൾക്ക് നമ്മൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം, കുട, ബാഗ്, ചെരുപ്പ് എന്നിവ വാങ്ങുന്നതിന് 3000 രൂപ പ്രതിവർഷം നമ്മൾ അനുവദിച്ചു വരുന്നു സാർ. മിൽമയുമായി സഹകരിച്ച് പോഷകമൂല്യമുള്ള പാൽ, മുട്ട എന്നിവയും നമ്മൾ വിതരണം ചെയ്തു വരുന്നു സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വകുപ്പ് ഈ കുട്ടികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മെൻറ്റർ ടീച്ചർമാരെ നിയമിക്കാനെടുത്ത തീരുമാനം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് സാർ. സംസ്ഥാനത്ത് ഇങ്ങനെ എത്ര ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുമോ സാർ? മിനിസ്റ്റർ. സർ, നമ്മളതിൽ ഈ ചില സ്കൂളുകളിൽ ഈ ഭാഷാ പ്രശ്നം ഒരു വിഷയമായിട്ട് വരാറുണ്ട് സാർ. അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗോത്രബന്ധു എന്ന നിലയ്ക്ക് മെൻ്റർ ടീച്ചർമാരുടെ ഒരു നിയമനം നമ്മൾ നടത്തിയിട്ടുള്ളത്. പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ് സാർ നമ്മൾ ഈ നിയമനം നടത്തിയിട്ടുള്ളത്. ആകെ 326 മെൻ്റർ ടീച്ചർമാരെയാണ് സാർ ഇപ്പോൾ നമ്മൾ നിയമിച്ചിട്ടുള്ളത്. പ്രതിദിനം 750 രൂപയാണ് അവർക്ക് വേതനം കൊടുക്കുന്നത്. ശരാശരി ഒരു മാസം 21,900 രൂപ നിരക്കിൽ അവർക്ക് ഓണറേറിയം ലഭിക്കും സാർ. വയനാട് ജില്ലയിൽ 241 പേരും, പാലക്കാട് ജില്ലയിൽ 56 പേരും, മലപ്പുറം ജില്ലയിൽ 29 പേരും ആണ് സാർ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. ശ്രീ ലിൻഡോ ജോസഫ്. സർ, സംസ്ഥാനത്ത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ എത്ര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? എത്ര കുട്ടികളാണ് താമസിച്ച് പഠിക്കുന്നത്? അവർക്ക് നാം നൽകുന്ന മറ്റു പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, സംസ്ഥാനത്ത് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ 110 പ്രീ മെട്രിക് ഹോസ്റ്റലുകളും 10 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുമായി 5518 കുട്ടികളാണ് സാർ ഇപ്പോൾ പഠനം നടത്തി വരുന്നത്. വകുപ്പിൻ്റെ കീഴിൽ 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലായി 7099 കുട്ടികളും ഇപ്പോൾ നിലവിൽ പഠനം നടത്തി വരുന്നു സാർ. ശ്രീ പി സുമോദ്. സാർ, ഈ വിദൂര ഊരുകളിൽ താമസിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായി സ്കൂളിലെത്താൻ ചില പ്രയാസങ്ങളുണ്ട്. അത്തരം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, നിലവിൽ ഈ ഡ്രോപ്പ് ഔട്ട് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സാർ. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ. ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത്രണം 364 പഠനമുറികൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു സാർ. ആ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം നമ്മുടെ നിയോഗിക്കപ്പെട്ടുള്ള ടീച്ചറുടെ സാന്നിധ്യത്തിൽ അവർക്ക് വൈകുന്നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് അവരെ 2 മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ അവലംബിച്ച് വരുന്നുണ്ട് സാർ. ആ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് നമ്മൾ 15,000 രൂപയാണ് നമ്മൾ പ്രതിമാസം ഓണറേറിയം ഇപ്പോൾ നൽകി വരുന്നത്.
അതുകൂടാതെ തന്നെ ഇത്തരം ഈ സാമൂഹിക പഠന മുറിയിൽ നമ്മൾ LED കണക്ടിവിറ്റിയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ കൂടുതൽ പഠനം അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. 364 സാമൂഹ്യ പഠന മുറികളിലൂടെ ഏകദേശം 7000-ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ട് സാർ. ശ്രീ UR പ്രദീപ്. സാർ, നമ്മുടെ നാട്ടിൽ പട്ടികവർഗ കുട്ടികളെ അവരെ പൈലറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ ഗവൺമെൻറ് നടപടി നല്ലപോലെ രാജ്യമെമ്പാടും ശ്രദ്ധിക്കുകയാണ്. ആ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തുടർന്ന് എന്തെല്ലാം ധനസഹായമായി അതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ വ്യക്തമാക്കുമോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, അത്തരം കുട്ടികൾക്ക് നമ്മൾ വിങ്സ് എന്ന പേരിലാണ് സാർ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത്. അതായത് പൈലറ്റുമാരാകാനും എയർ ഹോസ്റ്റ് ആകാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് സ്ക്രീനിങ്ങൊക്കെ നടത്തി അത്തരം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് ആ കുട്ടികൾക്ക് 25 ലക്ഷം രൂപ നമ്മൾ ആ കുട്ടിക്ക് കൊടുത്ത് ആണ് സാർ അത്തരം പദ്ധതിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കുട്ടി നേരത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കോഴ്സ് പൂർത്തിയാക്കി അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചു കഴിഞ്ഞു. ആ കുട്ടി അഡ്മിഷൻ എടുത്ത് പരിശീലനത്തിലേക്ക് കടക്കുകയാണ് സാർ. ശ്രീ ടി സിദ്ദീഖ്. സർ, MRS സ്കൂളുകൾ ട്രൈബൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതീക്ഷയുള്ളൊരു ഘടകമാണ്. സർ, ആ സ്കൂൾ MRS സ്കൂൾ കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഔട്ട് വരിക. അതോടൊപ്പം തന്നെ UP ഹൈസ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ഡ്രോപ്പ് ഔട്ട് അതും വരും. MRS സ്കൂൾ മോഡലിൽ കോളേജുകൾ പഠിക്കാനുള്ളതായിരിക്കുന്ന റെസിഡൻഷ്യൽ കോളേജുകൾ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് തുടർ പഠനം അതേപോലെ കൊണ്ടുപോകാനും അവർക്ക് അത് കഴിഞ്ഞ് ജോലി ലഭ്യമാക്കാനുള്ള നടപടികളിലേക്കുള്ള കൃത്യമായ ഒരു ആസൂത്രണമായിരിക്കും. അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആവിഷ്കരിക്കുമോ ആലോചിക്കുമോ എന്ന്? യെസ് മിനിസ്റ്റർ. സാർ, അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിച്ച് വരുന്നു. സ്വാഭാവികമായിട്ടും MLA ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ്. ഇപ്പം ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്ക് ചില ഡ്രോപ്പ് ഔട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിരിവികാസ് പദ്ധതി പോലെയുള്ള ഒരു അഡീഷണൽ സ്കൂൾ കൂടി നമ്മൾ ആരംഭിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ചെല്ലാത്ത കുട്ടികളെ നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഈ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പഠനത്തിന് വിധേയമാക്കി +2 തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു നടപടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ MLA ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാത്ത ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉന്നതിൻ്റെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളിപ്പോൾ 800ഓളം കുട്ടികളെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിട്ട് കൂടുതൽ നല്ല കോഴ്സുകൾ അവിടെ പഠിപ്പിച്ച് അവിടെ തന്നെ അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്ത് അത്തരം യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം നിലവിൽ പരിശോധിച്ച് വരും സാർ. യെസ്. ചോദ്യം നമ്പർ 215 ശ്രീ K. ബാബു തൃപ്പൂണിത്തറ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. ആൻസർ ടേബിൾ ചെയ്യാൻ പറ്റുമോ? ടേബിൾ ചെയ്തോ. സർ, ഭൂരഹിത വനുരഹിത പട്ടികജാതി വിഭാഗക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. ഞാനേതായാലും ഇത് ടേബിൾ ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. ശ്രീ K. ബാബു തൃപ്പൂണിത്തുറ. സർ, പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതിക്കായി തുക വകയിരുത്തുന്നുണ്ടെങ്കിലും ചെലവഴിച്ച് കാണുന്നില്ല. 2019 മുതൽ ഈ സാമ്പത്തിക വർഷം വരെ 802 കോടി രൂപ അനുവദിച്ചു. അതിൽ ചിലവാക്കിയിട്ടുള്ളത് 509 കോടി രൂപ മാത്രമാണ്. എന്തുകൊണ്ടാണ് തുക അനുവദിച്ചെങ്കിലും ചിലവാക്കാൻ സാധിക്കാത്തത്? സർക്കാർ പല ഘട്ടങ്ങളിലും തിരിച്ചെടുത്തതായും കാണുന്നുണ്ട്. 2021-22 വർഷത്തിൽ 140 കോടി രൂപ സർക്കാർ തിരിച്ചെടുത്തതായി പറയുന്നുണ്ട്. ഈ വർഷം 28 കോടി രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയും. എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുമോ? യെസ് മിനിസ്റ്റർ.
സാർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ 2016 മുതൽ കേരള ഗവൺമെൻറ് ലൈഫ് എന്ന പദ്ധതി പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നമ്മൾ വീട് ലഭ്യമാക്കി വരുന്നത്. അതുപ്രകാരം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരം ഫണ്ട് തിരിച്ചെടുത്തിട്ടില്ല സാർ. അതേസമയത്ത് അവർക്ക് നമ്മൾ ഈ ലൈഫിൽ 3 ഘട്ടമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യം പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന 1ാം കാറ്റഗറി നമ്പറിൽ നമ്മൾ 19,121 വീടുകളാണ് സാർ നമ്മളങ്ങനെ പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുകൾ നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ പുതിയതായി വീട് നമ്മൾ 1,14,610 വീടുകൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 96,842 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ച് കുറച്ച് ശരിയാണ്. നമ്മൾ ഫണ്ട് ഏതായാലും നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, പക്ഷേ അവരുടെ സമയബന്ധിതമായിട്ട് അവരുടെ വീടുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം നിലനിൽക്കുന്നത്. പല സ്ഥലത്തും നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സൊസൈറ്റികൾ തന്നെ ചില വീടുകൾ നിലവിൽ എടുത്തു വരുന്നുണ്ട്. ചിലത് പൊതുവേ നമ്മൾ അവർക്ക് നേരിട്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പല വ്യക്തികളെയും അവർ വീടിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കുന്നുണ്ട്. ആ അവസരത്തിലുണ്ടാകുന്ന ഒരു ഡിലേ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാർ. ആ കാര്യങ്ങൾ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് ആലോചിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഞാൻ കോട്ട് ചെയ്തത് അങ്ങ് തന്ന മറുപടി തന്നെയാണ്, എൻ്റെ മറുപടിയല്ല. ഏതായാലും സാർ ഈ വർഷം ഇതുവരെ എത്ര രൂപ അനുവദിച്ചു, എത്ര രൂപ ചെലവഴിച്ചു, അതുപോലെ തന്നെ എത്ര വീടുകൾ ലൈഫ് പദ്ധതിയിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്, അതുപോലെ പട്ടികവർഗക്കാർക്ക് എത്ര വീടുകൾക്ക് അർഹതയുണ്ട്, എത്ര ഇതുവരെ കൊടുക്കാൻ സാധിച്ചു നാളിതുവരെ എന്ന് വ്യക്തമാക്കുന്നു? മിനിസ്റ്റർ. സാർ അതിൻ്റെ കണക്ക് പ്രത്യേകമായിട്ട് ചോദിച്ചാൽ പിന്നെ കൊടുക്കാൻ സാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ശ്രീ IC ബാലകൃഷ്ണൻ. സാർ, ഈ ഗവൺമെൻറ് ഈ അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി എല്ലാ വർഷവും സമയബന്ധിതം അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെൻറ് ഏജൻസികളാണ് ഏൽപ്പിക്കുന്നത്. ഗവൺമെൻറ് ഏജൻസികളത് ടെൻഡർ ചെയ്യുകയാണ്. ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസുള്ള കരാറുകാരൻ ടെൻഡർ എടുക്കുന്നത്. ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അനുവദിച്ച പദ്ധതികളൊക്കെ പാതി വഴിയില്ല. അറിയാൻ കഴിഞ്ഞത് ഗവൺമെൻറ് പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. സാർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച ഭവന നിർമ്മാണ പദ്ധതി. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു സൊസൈറ്റികളാണ് എടുക്കുന്നത്. സാർ, ഈ സൊസൈറ്റികൾ എടുക്കുമ്പോൾ അതും ITDP 1, 2, 3, 4 ഗഡുക്കൾ ഓരോ സ്റ്റേജായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും ഈ സൊസൈറ്റികൾക്ക് പണം കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി മന്ത്രിയുടെ അവലോകന യോഗം ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ വിളിച്ചു ചേർക്കാൻ മിനിസ്റ്റർ അവലോകന യോഗം. സാർ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം തന്നെ ഞാൻ എല്ലാ ജില്ലയിലും ഇതിൻ്റെ ഒരു പരിശോധനയും സിറ്റിങ്ങും നടത്തിയിരുന്നു സാർ. അതുപ്രകാരം MLA ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും നമുക്ക് ആരംഭിക്കാനോ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ആ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ജില്ലാതലത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുരോഗതി നമുക്കിപ്പോൾ കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അത് കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിലുള്ള അംബേദ്കർ പദ്ധതിയുടെ ഉത്തരവിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ MLAമാർക്ക് തന്നെ പൂർണ്ണ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഏബിളായിട്ടുള്ള ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം MLAമാർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പല MLAമാരും പ്രത്യേകം ഓരോ കത്ത് യോഗം വിളിക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിയ അടിസ്ഥാനത്തിൽ പൊതുവായിട്ട് ഒരു അവലോകന യോഗം മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമില്ല സാർ. ആ കാര്യങ്ങൾ പരിശോധിക്കാം. ശ്രീ ചാണ്ടി ഉമ്മൻ. സാർ, പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലാൻ ഫണ്ട് വിനിയോഗം നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ വർഷം 42 കോടിയാണ് മാറ്റിവെച്ചത്, പക്ഷേ 9 കോടി മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വരുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്? മിനിസ്റ്റർ. പദ്ധതി വിഹിതം ചെലവാക്കുന്നതിലെ കാലതാമസം. അതാണ് സാർ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. കാലതാമസം ഉണ്ടാകുന്നതല്ല, ഈ എടുത്ത വർക്കുകൾ സമയബന്ധിതമായിട്ട് പല ഏജൻസികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാത്ത വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ വീടുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗുണഭോക്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും
ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ആ എടുക്കുന്ന ആൾക്കാരും അത് സമയത്തിന് നമുക്ക് അവർ പൂർത്തീകരിച്ച് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഡിലേ ആണ് നമുക്ക് സമയത്തിന് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കുന്നതിനും അനുവദിച്ച ഫണ്ട് സമയബന്ധിതമായിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാനും സാധിക്കാത്ത ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ വകുപ്പ് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കാം അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇപ്പോൾ യെസ്, ശ്രീ വി ജോയ്, പെട്ടെന്ന് സമയം. സാറ് വീടുകളുടെ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. പ്രധാനമായിട്ട് ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അതിൻ്റെ കാലാവധി കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. മിനിസ്റ്റർ പെട്ടെന്ന് സമയമാവുന്നുണ്ട്. സാർ, നമ്മൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ് എന്ന നിലയ്ക്ക് നമ്മൾ SC വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ STക്കാർക്ക് 2.5 ലക്ഷം രൂപയുമാണ് സാർ നമ്മൾ വകുപ്പ് കൊടുക്കുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള ഫണ്ട് ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതി തുടരും. അതിന് പുറമെ ലോക്കൽ ബോഡീസും പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ. യെസ്, ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.